ഹരേ കൃഷ്ണ. ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് 19ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കുവാനായിട്ടുള്ളത്. 19ാമത്തെ ശ്ലോകം. യാവദ്വത്സപവത്സകാൽപകവപുര്യാവത്കരാഘ്രിയാദികം യാവദ്യഷ്ടിവിഷാണവേണുദളശിഗ്യാവദ്വിഭൂഷാംബരം യാവच्छീലഗുണാഭിധാകൃതിവയോ യാവദ്വിഹാരാദികം സർവം വിഷ്ണുമയം ശിരോംഗവദജ സർവസ്വരൂപോ ബഭൗ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യാവദ്വത്സപവത്സകാൽപകവപുര്യാവത്കരാഘ്രിയാദികം. യാവത് വത്സപ, പിന്നെയോ വത്സക അൽപക വപുർ യാവത്. അതായത് ഈ വത്സപ വത്സക പശു കുട്ടികളുടെയും അതേപോലെ പശുക്കുട്ടികളെ മേയ്ക്കുന്ന ഗോപബാലന്മാരുടെയും വപുഹു രൂപത്തെ എങ്ങനെയുള്ള അൽപക വപുഹു അല്പങ്ങളായിരിക്കുന്ന രൂപത്തെ അല്ലെങ്കിൽ ദേഹത്തെ അതിനെ അനുസരിച്ചും, അതായത് ഓരോ കുട്ടികൾക്കും ഓരോ രൂപവും ശരീരത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള കാഴ്ചപ്പാടിൽ തന്നെ ഓരോരോ മാറ്റങ്ങളുണ്ടാവും. ഓരോ കുട്ടിക്കും വ്യത്യസ്തനായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ കുട്ടിയുടെയും ദേഹങ്ങളെ അനുസരിച്ചും, അതായത് ഏതൊക്കെ കുട്ടിക്ക് നീളമുണ്ടായിരുന്നു, വണ്ണമുണ്ടായിരുന്നു, ഇല്ല മെലിഞ്ഞതായിരുന്നു, കറുത്തതായിരുന്നു, വെളുത്ത, ഇങ്ങനെ പല പല ഭേദങ്ങളില്ലേ. അപ്പോൾ അതിനെല്ലാം അനുസരിച്ചും അത് പശുക്കുട്ടികളാണെങ്കിലും ഗോപാലകന്മാരാണെങ്കിലും യാവത് കരാഘ്രിയാദികം അവരുടെ കൈകള് കാലുകള് ഇവയെ ഒക്കെ അനുസരിച്ചും ഇതുമെല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. പിന്നെ യാവത് യഷ്ടിവിഷാണവേണുദളശിഗ്യാവത് വിഭൂഷാംബരം. യാവത് യഷ്ടിവിഷാണവേണുദള, അതായത് ഇവരൊക്കെ ഈ വടി, കൊമ്പ്, ഓടക്കുഴൽ തുടങ്ങിയവയൊക്കെ, അതുപോലെ പുഷ്പങ്ങളുടെ ദളങ്ങളായാലും ഇവയുടെയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിക്കും, ഇവരൊക്കെ ഒരു കുട്ടി ഓടക്കുഴൽ പിടിക്കുന്ന പോലെ ആവില്ല ചിലപ്പോൾ അടുത്ത ആൾ പിടിക്കുന്നത്, അതുപോലെ കൊമ്പ് പിടിക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാകാം. ഇങ്ങനെ ഓരോരോ കുട്ടികൾ എങ്ങനെയൊക്കെയായിരുന്നു ഇതൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് അതിനനുസരിച്ചും യാവത് വിഭൂഷാംബരം. ഇനി ഈ കുട്ടികളൊക്കെ ആകട്ടെ അണിഞ്ഞൊരുങ്ങി ഇവിടെ വരുമ്പോൾ അവരുടെയൊക്കെ അലങ്കാരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചും യാവच्छീല ഗുണാഭിധാകൃതിവയോ, യാവത് ശീല ഗുണാഭിധാകൃതി, ഗുണാഭിധ ആകൃതി, അതായത് അവരുടെയൊക്കെ ശീലങ്ങള്, ഗുണങ്ങള്, വാക്ക്, അതുപോലെ ആകൃതി എന്ന് പറഞ്ഞാൽ സ്വരൂപം. പിന്നൊന്ന് പറഞ്ഞു വയഹ് എന്ന് പറഞ്ഞാൽ പ്രായം, വയസ്സ്. അപ്പോൾ അതിനനുസരിച്ചും യാവത് വിഹാരാദികം അവരോരോരുത്തരും ഇഷ്ടപ്പെടുന്ന കളിയും അവരുടെയൊക്കെ കളിക്കുന്നതിലുള്ള ആ രീതികളും അതിനനുസരിച്ചും സർവം വിഷ്ണുമയം ഗിരോംഗത, സർവം വിഷ്ണുമയം, എല്ലാം എന്ത് ചെയ്തു? ആ ഭഗവാൻ തന്നെ, വിഷ്ണു രൂപം തന്നെ, എല്ലാം ഭഗവാൻ തന്നെയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവിടെ. എന്നിട്ട് പറയുകയാണ് ശിരോംഗത ഗിരോംഗവദജ സർവസ്വരൂപോ ബഭൗ. ഗിരഹ അംഗവത് അജഹ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഗിരോംഗതവജഹ. ഗിരഹ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ, അംഗവത് അവരുടെ അംഗങ്ങൾ പോലെ, അവയവങ്ങൾ പോലെ,
അജഹ എന്ന് പറഞ്ഞാൽ അജൻ, ജന്മമില്ലാത്തവനായിട്ടുള്ള സർവസ്വരൂപ. സർവസ്വരൂപൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിൽ, എല്ലാം രൂപം കൊണ്ടിരിക്കുന്നത് ഒന്നിൽ നിന്ന് തന്നെ, എല്ലാം രൂപമായി നിലനിൽക്കുന്നതും അതിനാധാരമായി വർത്തിക്കുന്നതും അതൊന്ന് തന്നെ. അങ്ങനെയുള്ള ബഭൗ എന്ന് പറഞ്ഞാൽ ശോഭിച്ചു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇങ്ങനെ കുട്ടികളെയും ഗോപാലന്മാരെയും കാണാതെയായപ്പോൾ ഭഗവാൻ തന്നെ സ്വയം 2 രൂപങ്ങളെയും ധരിച്ചു. ആ അമ്മമാരെ വിഷമിപ്പിക്കാതെ ഇരിക്കുവാൻ 2 രൂപങ്ങളെയും ധരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ടോ ഇനി ഈ 2 രൂപവും ധരിക്കുമ്പോൾ അത് പശുക്കുട്ടികളായിക്കോട്ടെ ഗോപബാലന്മാരായിക്കോട്ടെ അവരുടെയൊക്കെ ഓരോ രീതികളും വ്യത്യസ്തങ്ങളായിരിക്കും, ശരീരപ്രകൃതി വ്യത്യസ്തങ്ങളായിരിക്കും, നീളവും വണ്ണവും തുടങ്ങി അങ്ങനെ ഓരോന്നും എടുത്താൽ അതിനൊക്കെ വ്യത്യാസമുണ്ടാവും. അപ്പോൾ അതിനെല്ലാം അനുസരിച്ചും അതേപോലെ തന്നെ അവർ അണിഞ്ഞിരുന്ന ആടയാഭരണങ്ങളായാലും വസ്ത്രങ്ങളായാലും അതിനൊക്കെ വ്യത്യാസമുണ്ടപ്പോൾ അതിനനുസരിച്ചും, അതേപോലെ തന്നെ അവരുടെ ശീലം, ഗുണം, വാക്ക് തുടങ്ങിയ അവരുടെ പ്രത്യക്ഷനയുള്ള രൂപത്തിലെ വ്യത്യാസം തുടങ്ങി ഇതിനെല്ലാം അനുസരിച്ചും ഒക്കെയാണ് ഭഗവാൻ ഓരോ കുട്ടിയുമായിട്ട് ഇവിടെ ജനിക്കുന്നത് അഥവാ ഓരോ കുട്ടിയായി മാറുന്നത്. എന്നാലോ ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ആ വിഷ്ണു രൂപം തന്നെയാണ്. പക്ഷേ ഭഗവാന്റെ ഒരു മായ എന്നോണം ഇവരൊക്കെ ഏതൊക്കെ വിധത്തിലാണോ കളിക്കുന്നത്, എങ്ങനെയാണോ സംസാരിക്കുന്നത്, എങ്ങനെയാണോ നടക്കുന്നത്, ഇതിനെല്ലാം അതേ രീതിയിൽ തന്നെ ഭഗവാൻ പകർത്തിയെടുത്തുകൊണ്ട് അതിനെയെല്ലാം താന് ഈ ഗോക്കളാണെങ്കിലും, അതായത് ഈ ഗോപക്കുട്ടികളാണെങ്കിലും പശുക്കുട്ടികളാണെങ്കിലും ഒക്കെ ഏതേത് പ്രകാരത്തിലാണോ അവരുടെയൊക്കെ വിഹാരങ്ങൾ അതിനനുസരിച്ച്, അവരുടെ രീതികൾ അതിനനുസരിച്ച് ഭഗവാൻ ഓരോരുത്തരുമായിട്ട് മാറി. അങ്ങനെ ഭഗവാൻ പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും ഭഗവാൻ നന്നായി ബഭൗ എന്ന് പറഞ്ഞാൽ ശോഭിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യാവദ്വത്സപവത്സകാൽപകവപുർയാവത് കരാഘ്രിയാദികം യാവദ്യഷ്ടിവിഷാണവേണുദളശിഗ്യാവദ്വിഭൂഷാംബരം യാവच्छീലഗുണാഭിധാകൃതിവയോ യാവദ്വിഹാരാദികം സർവം വിഷ്ണുമയം ശിരോംഗവദച സർവസ്വരൂപോ ബഭൗ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വത്സകാൽപകവപുര്യാവത്. ഇവിടെ കുറച്ചധികം പദങ്ങൾ അങ്ങനെ ചേർത്താണ് പറഞ്ഞു പോയിരിക്കുന്നത്. അത് കഴിയുന്നതും പദം പിരിക്കാതെ തന്നെ വായിക്കുക. വത്സക അൽപക വപുർ യാവത്, ഇങ്ങനെയാണ് അത് വരുന്നത്. അതുപോലെ കരാഘ്രി ആദികം, അവിടെ അകാരം നീട്ടിയെടുക്കണം. പിന്നെ അടുത്തത് യാവത് യഷ്ടി വിഷാണ വേണുദള ശിഗ്യാവത്, ഇവിടെ ദളശിഗ് യാവത് വിഭൂഷാംബരം അങ്ങനെയാണ്. പക്ഷെ അവിടെ പദം പിരിക്കണ്ട. ഇവിടെ യാവത് യഷ്ടി വിഷാണ വേണുദളശിഗ്യാവത് എന്ന് എടുത്താൽ മതിയാവും. ഇനി അടുത്തത് യാവച്ഛീല ഗുണാഭിധാകൃതിവയോ, അവിടെയും യാവത് ശീലാണ്, പദം പിരിക്കണ്ട, കൂട്ടക്ഷരം ഛ തന്നെ വായിക്കണം. ഇനി അടുത്തത് യാവദ്വിഹാരാദികം, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഗിരോംഗവദജ, അവിടെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു ലീലയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ ജഗത്തിനെ രക്ഷിക്കുവാൻ ഭഗവാൻ തന്നെ സ്വയം ഇറങ്ങി വന്നിട്ടും ജഗത്തിലുള്ള ചില ദുർബല നിമിഷങ്ങളിൽ ഭഗവാൻ സ്വയം തന്നെ മറ്റു പലതുമായി മാറേണ്ടി വരുന്ന ഒരു അവസ്ഥ. അവിടെ ഭഗവാന്റെ ഒരു മായാലീല, അത്യത്ഭുതകരമായിട്ടുള്ള മായാലീല തന്നെയാണ് നമ്മൾ കണ്ടത്. ഭഗവാന്റെ ആ മായാലീലയ്ക്കായിക്കൊണ്ടാണ് നമ്മൾ സർവത്ര അവിടെ പറയുന്നത്. ഇനി അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. സ്വയമാത്മാത്മഗോവത്സാൻ പ്രതിവാര്യാത്മവത്സപൈ ക്രീഡന്നാത്മവിഹാരൈശ്ച സർവാത്മാ പ്രാവിശദ്വ്രജം. സ്വയമാത്മാത്മഗോവത്സാൻ, സ്വയം ഭഗവാൻ തന്നെ ആത്മഗോവത്സാൻ, ആത്മ എന്ന് പറഞ്ഞാൽ താൻ തന്നെ ആത്മഗോവത്സാൻ, ആത്മസ്വരൂപമായിട്ട് ഭഗവാൻ തന്നെയാണ് ഗോവത്സാൻ, പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും ഒക്കെ ഭഗവാൻ തന്നെയാണ് പ്രതിവാര്യ ആത്മവത്സപൈ. പ്രതിവാര്യ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ ഇങ്ങനെ പ്രതിവാര്യ ആത്മവത്സവൈ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ആത്മവത്സവൈ. ഇവിടെ പശുക്കുട്ടികളായി വന്നിരിക്കുന്നതും ഭഗവാനാണ്, ഈ ഗോപബാലന്മാരായിട്ട് വന്നിരിക്കുന്നതും ഭഗവാനാണ്. എന്നിട്ടോ ഭഗവാൻ തന്നെയാണ് പ്രതിവാര്യ, അവരെയൊക്കെ ഇങ്ങനെ തടുത്തിങ്ങനെ ദൂരേക്ക് ഇങ്ങനെ നമ്മുടെ പശുക്കളെ മേയാനായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ മേയിച്ചു കൊണ്ടുപോവുക. രണ്ടും ഭഗവാൻ തന്നെയാണ്. ക്രീഡൻ ആത്മവിഹാരൈശ്ച സർവാത്മാ പ്രാവിശദ്വ്രജം. ക്രീഡന്നാത്മവിഹാരൈശ്ച, ക്രീഡൻ ആത്മവിഹാരൈശ്ച. ക്രീഡൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തൻ്റെ ആ പതിവുള്ള ലീലകൾ കൊണ്ട്, പതിവുള്ള ഒരു കളി പോലെ ആത്മവിഹാരൈ, ആത്മക്രീഡകൾ കൊണ്ട് ഭഗവാൻ സർവാത്മാ പ്രാവിശദ്വ്രജം. സർവാത്മാ, സർവചരാചരങ്ങളിലും ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാന് പ്രാവിശദ്വ്രജം. പ്രാവിശദ് എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു അല്ലെങ്കിൽ എത്തിച്ചേർന്നു. എവിടെ? വ്രജം, ഗോകുലത്തിൽ എത്തിച്ചേർന്നു. അപ്പോഴോ അവിടെ വരുമ്പോൾ അവിടുത്തെ പശുക്കൾക്കായിക്കോട്ടെ അവിടുത്തെ അമ്മമാർക്കായിക്കോട്ടെ താങ്കളുടെ കുട്ടികളെ തിരികെ വന്നിരിക്കുന്നു. ഒരു കേടുപാടും കൂടാതെ രാവിലെ കുട്ടികളുമായി പോയതാണ്. അപ്പോൾ അതുപോലെ അവർക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാതെ അവരൊക്കെ തിരികെ വന്നിരിക്കുന്നു എന്നല്ലാതെ അവർക്കാർക്കും മനസ്സിലാവുന്നില്ല ഈ പശുക്കുട്ടികളോ ഈ ഗോപബാലന്മാരും ഒന്നും ഭഗവാൻ തന്നെയാണ് വേഷം കെട്ടി വന്നിരിക്കുന്നതെന്ന് അവർക്കാർക്കും മനസ്സിലായതേയില്ല. ഇവിടെ ആത്മാരാമമൂർത്തിയായിട്ടുള്ള ഭഗവാനാകട്ടെ, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാനാകട്ടെ, ഭഗവാൻ ഇതൊക്കെ വെറും ഒരു ലീല മാത്രമായിട്ടാണ് ഇവിടെ വ്യാസഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ്വയമാത്മാത്മഗോവത്സാൻ പ്രതിവാര്യാത്മവത്സപൈ ക്രീഡന്നാത്മവിഹാരൈശ്ച സർവാത്മാ പ്രാവിശദ്വ്രജം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്വയം ആത്മാത്മഗോവത്സാൻ, സ്വയം ആത്മാത്മഗോവത്സാൻ. അവിടെ സ്വയം ആത്മ എന്ന് പറയുന്നിടത്ത് മായ്ക്ക് അകാരമുണ്ട്, അകാരം നീട്ടിയെടുക്കുക. അതുപോലെ ആത്മാത്മഗോവത്സാൻ, രണ്ട് വിശ്ലേഷണം വരുന്നത് കൊണ്ട് തന്നെ അകാരം നന്നായി നീട്ടിയെടുക്കേണ്ടതുണ്ട്. പിന്നെ അടുത്ത പ്രതിവാര്യ ആത്മവത്സവൈ. അവിടെ പ്രതിവാര്യ കഴിഞ്ഞ അകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്ത ക്രീഡന്ന ആത്മവിഹാരൈശ്ച. അവിടെ ക്രീഡന്നാത്മ, അവിടെ
അകാരം നീട്ടിയെടുക്കണം. ന കൂട്ടക്ഷരമാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 21ാമത്തെ ശ്ലോകമാണ്. തത്തദ്വത്സാൻ പൃഥക് നീത്വാ തത്തദ്ഗോഷ്ഠേ നിവേശ്യ സഹ തത്തദാത്മാഭവദ്രാജം തത്തത് സത്മ പ്രവിഷ്ടവാൻ. തത്തദ്വത്സാൻ പൃഥക് നീത്വാ, തത് വത്സാൻ അവരവരുടെ പശുക്കുട്ടികളെ, പൃഥക് നീത്വ, പൃഥക് എന്ന് പറഞ്ഞാൽ പൃഥക് വേറെ വേറെ, നീത്വ എന്ന് പറഞ്ഞാൽ നയിച്ചിട്ട്, തത്തത് ഗോഷ്ഠേ നിവേശ്യ സഹ. ഭഗവാൻ അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? ഓരോ ഗോപബാലനുമായിട്ടും താൻ തന്നെ വേഷം കെട്ടി ഓരോ ഗോപബാലന്മാർക്കും അവരവരുടെ പശുക്കളെ തിരിച്ചു കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെയൊക്കെ പശുക്കളായിട്ടും ഭഗവാൻ തന്നെയാണ് വേഷം കെട്ടിയത്. അപ്പോൾ അവരവരുടെ പശുക്കളെ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് തത്തത് ഗോഷ്ഠേ നിവേശ്യ സഹ, തത് ഗോഷ്ഠേ അതാത് പശുക്കളുടെ തൊഴുത്തിൽ, ഗോഷ്ഠ എന്ന് പറഞ്ഞാൽ തൊഴുത്തിൽ, നിവേശ്യ സഹ നിവേശ്യ പ്രവേശിപ്പിച്ചിട്ട്, തത്തത് ആത്മാഭവദ്രാജം തത്തത് സത്മ, തത് ആത്മാ അഭവത് രാജം, അതതുകളുടെ ഓരോ ഗോപപാലൻ്റെയും പശുവിൻ്റെയും രൂപമായിട്ട്, തത്തദാത്മാ പിന്നെയോ അഭവത്, തത് ആത്മാ അഭവത് രാജം തത് സത്മ. അപ്പോൾ അഭവത് എന്ന് പറഞ്ഞാൽ അങ്ങനെയായി തീർന്നു ഭഗവാൻ. എന്നിട്ടോ രാജം തത് സത്മ, തത് സത്മ എന്ന് പറഞ്ഞാൽ തത്തത് സത്മ എന്ന് പറഞ്ഞാൽ അവരവരുടെ ഭവനത്തെ പ്രവിഷ്ടവാൻ പ്രവേശിച്ചു. അപ്പോൾ ഇവിടെ പറയുകയാണ് ഭഗവാന് അവരവരുടെ പശുക്കുട്ടികളെ അവരവർ തന്നെ മേയിച്ചു കൊണ്ടുപോവുക. രണ്ടും ഒരാൾ തന്നെയാണ്. എന്നിരുന്നാലും ഓരോ രൂപത്തെ പ്രാപിച്ചപ്പോൾ ആ തൻ്റേത് എന്നുള്ള ഭാവം അവിടെ ആ ഓരോ രൂപത്തിനും കൊടുത്തുകൊണ്ട് താങ്കളുടെ പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ട് അങ്ങനെ തൊഴുത്തിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ട് പറയാം രാജം, അല്ലയോ രാജാവേ, അതാതു സ്വരൂപനായിട്ട് ഭവിച്ചതും ഭഗവാനാണ്. അതേപോലെ ഇതേ ഭഗവാൻ തന്നെയാണ് അവരവരുടെ ഭവനത്തെ പ്രാപിച്ച് അവിടെ എത്തിച്ചേർന്ന ആ മാതാക്കൾക്ക് സുഖത്തെ നൽകുവാൻ കനിഞ്ഞതും എന്ന് പറയുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത്തദ്വത്സാൻ പൃഥക് നീത്വാ തത്തദ് ഗോഷ്ഠേ നിവേദ്യ സഹ തത്തദാത്മാഭവദ്രാജം തത്തത് സത്മ പ്രവിഷ്ടവാൻ. ഇനി ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തത്തദ്വത്സാൻ, അവിടെ തത്തത് വത്സാനാണ് പദം പിരിക്കേണ്ട, ദ്വാന്ന് തന്നെ വായിച്ചാൽ മതിയാകും. അതുപോലെ പൃഥക് നീത്വ, പിന്നെ തത്തദ് ഗോഷ്ഠോ, ഇനി അടുത്ത തത്തദാത്മാഭവദ്രാജം തത്തത് സത്മ. ഇവിടെ അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. തത്തദാത്മാഭവദ്രാജം തത്തത് സത്മ, അതത്രയും ചേർത്ത് വായിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. തത് ആത്മാ അഭവത് രാജം തത് സത്മ, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. അത് കൂട്ടിച്ചേർത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. ഇനി അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.